ജനിച്ചപാട് എനിക്ക് അച്ഛനൊരു ഡയറി നിൽക്കാൻ തന്നെ. അപ്പൊ റെണീനെ സ്വപ്നം കണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച എന്ത് ചെയ്യും, ഇത് പെണ്ണെടുത്തൊന്നും പോയി ഫ്രിഡ്ജിൽ നിൽക്കണമെന്നൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അത് വിറ്റാന്നല്ലോ. ഓളെ തിന്നുന്നോ ഡയറി മിൽക്ക് അച്ഛൻ കൊണ്ട കൊടുക്കുന്നല്ല ഓള് സ്വപ്നം കണ്ടിക്ക്. പിന്നെ റെനീനെയും കണ്ടി ഓള് തിന്നു പോയോലോ. അന്നേരം ഓക്ക് റെനീനെ ഓർമ്മ വരുന്നു തിന്നുപോയല്ലേ. ഓളെന്തെന്നാ വേണ്ടു? അതിനിപ്പോ എന്താ ഒരു പരിഹാരം? ഇവിടെ ഞാൻ എപ്പോ എന്താ വീട് കിടക്കുക ഇങ്ങനെ വിളിച്ചു കൊണ്ടിരും. സ്കൂളിലെ ടൈമിൽ ഞാന് ഒരു 4 മണി 5:30 വന്ന് ഞാൻ ഓളെ കൂട്ടും. പിന്നെ അങ്ങോട്ടും ഞാൻ ഓളം കൊണ്ടൊക്കെ. പിന്നെ 2 ബിങ്കോ, ഐസ്ക്രീം, പിന്നെ ലേസ്, ഇതൊക്കെ ഞാൻ കൊടുക്കും. പക്ഷെ ഓളുടെ അടുത്ത് എന്താ മറന്നു പോയതല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല. അച്ഛനാണ് പോയി. അച്ഛൻ അപ്പുറണ്ടല്ലേ? ആ ഇതാണ് വരുന്നുണ്ട്. നിങ്ങളറിയാ നിങ്ങളിന്ന് രാവിലെ ഒക്കെ പിന്നെ ഇത് കൊടുത്തിനാ ഡയറി മിൽക്ക്. അതെവിടുന്നാ? നമ്മളെ ഒരു ഓട്ടോയിൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചീന്റെ മോളെ ബർത്ത്ഡേ ഇന്നലെ. അപ്പൊ അത് ഇത് എന്റെ മോക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ് അത് ഓളതെല്ലാം സ്വപ്നം കണ്ടിക്കുമല്ലോ. നല്ല സ്വപ്നം കണ്ട് സ്വപ്നത്തിലോള് പിന്നെ എനിക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ ഓളോട് അറിയാണ്ട് മുട്ടായി തിന്നു. കുറച്ച് ഇതെന്ത് കഥ മുട്ടായി നിർത്തിയോളാന്നേ. മുട്ടായി തിന്ന ഞാൻ ഓർമ്മില്ലായിരുന്നു. മുട്ടായി തിന്നില്ലല്ലോ. തിന്നില്ല. ഇന്നിപ്പോ അപ്പൊ തോല് കളിക്കും. ഇങ്ങനെ എന്തെന്നാലും ഈശ്വര, ഞാനിപ്പോ ഇവിടുന്ന് വീഡിയോ കോള് വിളിച്ചാലിപ്പോ ഓർക്ക് ഫോൺ കിട്ടുമോ നോക്കട്ടെ. നീ ഇന്നലെ പിന്നെ പാടിയ പാട്ട് പറഞ്ഞു കൊടുക്ക് അച്ഛന്. ബസ്സിന്ന് ടൂറിന് പോകുമ്പോ അത് പാടിക്കൊടുക്ക്. 2 പേര് പാടിക്കൊടുക്ക്. അത് പാട്ട് പാടിക്കൊടുക്ക്. എല്ലാം ഇനി പാടിക്കാ. ഞാൻ 2 പേര് അച്ഛന് പാടിക്കൊടുക്ക. ഏതാ ബസ്സിന്ന് പാടിയെന്ന് വെച്ചാല് परदेसी 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 जाना नहीं मुझे छोड़ के परदेसी काना डोटिके काना. അതാ പാടിയല്ലേ. പിന്നെ അമ്മ പാടിയ പാട്ട് ഏതാന്ന് പറഞ്ഞെടുക്ക്. ഒന്നാം നാൾ അത് ഒരു പരിപാടി മലയാളം പാട്ട് അറിയാൻ പറഞ്ഞേരം കണ്ട അവള് പറയുന്നേ മറന്നു പോകുന്നു. ഒരു പരിപാടി ഞാൻ പാടിയതല്ലേ. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. അതല്ല പാടിയേ. അതിന് നെല്ലിക്ക പൊട്ടിക്കാന്നെല്ലാം പറയുന്നത്. ആ പാടുന്നിടത്ത് അരിയത്തൂത്തിനും ചിരിക്കുന്നുണ്ട്. എന്താ പറയാ. പിന്നെ നിങ്ങളടുത്ത ഒരു സംഗതി ഒളിച്ചിട്ടുണ്ടേ ചാവള്. ചോദിച്ചോക്ക്. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വന്ന് അരങ്ങാച്ച് ഡാഡിന്റെ അടുത്ത് ഡാഡി കരയും. അതുകൊണ്ട് ഞാൻ പറയാതൊന്നുമായിരുന്നു. ഞാൻ അങ്ങനെ കുടിക്കുന്നല്ല. ഞാൻ ഇങ്ങനെ കാണുന്നില്ലേ. ഞാൻ വീഡിയോ കോളിൽ കാണുന്നില്ലേ. ആ വിളിച്ച വീഡിയോ കോൾ കാണിക്കില്ലേ നീ കുടിക്കുന്നതല്ലോ. അന്നേരം ഞാൻ വിളിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ആരാ വാങ്ങി തന്നെ ഐസ്ക്രീം? ആരാ ഐസ്ക്രീം വാങ്ങി തന്നെ? ആദ്യം രമേച്ചി. ആ രമ്യ വാങ്ങിക്കൊടുത്ത ഇല്ലേ സാധാ ഐസ്ക്രീം. ഞാനും ഓളും സാധാ ഐസ്ക്രീം. ഓളും അതിന് ഞാൻ തോന്നുന്നു വാങ്ങിയേ. അപ്പം ഞാളെ ഫോട്ടോ എന്നെ ഞാനും അമ്മു ഐസ്ക്രീം കുടിക്കുന്ന ഫോട്ടോ ഒരിക്കൽ എടുക്കാനായി. ആളെങ്കിൽ വേറെ ഇരിക്കുന്നേനും. ഒരു 3 ആളും കുടിക്കുന്നത് എടുത്തേക്ക് ഒലിയാ കണ്ടിക്കുള്ളൂ. ഞാളെ കണ്ടിക്കില്ല അല്ലേ അമ്മു?
നമ്മളെ ഐസ്ക്രീം ഞാളീ ബേജാറില്ല ഇതെങ്ങനെ കുടിച്ചു തീർക്കൂ ഇവളെ കുടിപ്പിക്കണോ. ഇവള് പക്ഷെ സ്വന്തമായിട്ട് കുടിച്ചല്ലേ. അതെ. ഞാൻ ബാക്കി അതെല്ലാം ഡാഡി കാണിച്ചു നക്കി 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 നക്കിയപ്പോ അത് ഞാൻ പഠിച്ചു. ആ അതന്നെ കണ്ടാ അവള് പഠിച്ചു അതെല്ലാം ഐസ്ക്രീം കുടിക്കുന്നത്. എങ്ങനെയാണോ ഇങ്ങനെ ഇങ്ങനെ കാണിക്ക്. നക്കിയിട്ട് അതെ എങ്ങനെ ഒച്ച ഉണ്ടാക്കും ഇങ്ങനെ ഐസ്ക്രീം കുടിക്കുമ്പോ. അത് കുടിക്കും. അതേനെ ഒന്ന് കാണിക്ക കുടിച്ച രംഗം നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ താഴോട്ടോക്കലാ ഇങ്ങനെ. ആ അതന്നെ പറ്റാലേ ഐസ്ക്രീം കുടിച്ചേ. വസന്ന് എനിക്ക് ബദാം മുതലെന്ന് തന്നിക്കില്ലേ. ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയും കണ്ടവനുണ്ട് എല്ലാമോ. ഇതെല്ലാം ഒക്കെ ഇന്ന് പിന്നെ ഓള് മുട്ടായി തിന്നലില്ല ഇപ്പൊ. അപ്പം കിട്ടിയാൽ അങ്ങുള്ള അടുത്ത് റെനീഷ കൊടുക്കുന്ന അവള്. ഇപ്പൊ ഇന്ന് മുട്ടായി കണ്ടും പോയി റെനീഷ ഇല്ല ഓളോട് തന്നെ നിന്നുപോയി. പിന്നെന്താ പറയാ. ഐസ്ക്രീമെല്ലാം തരുമ്പോ എനിക്ക് പറഞ്ഞൂടാ ഡാഡി എന്നോട് പറയാതെ കുടിച്ചും കൂടാന്ന് പറഞ്ഞുകൂടാ. എന്ന് വെച്ചാല് ഓരോരുത്തുനിന്ന് ബൈക്ക് കിട്ടണെന്ന് വെച്ചാൽ അത് നമ്മളെന്നെ സഹിക്കാൻ വേണം. അതാണ് അപ്പൊ ഞാൻ കുടിച്ചു. എന്നാ ശരി. എന്നാ ശരി. ഇതാ ഇങ്ങോട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ വീണ്ടും കാണാം. വീണ്ടും കാണാം.